ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോഴേ അവിടെ ഒരു വീട്ടിലിതാ അവക്കോട മരം കണ്ടു കേട്ടോ. അതിൽ ഒത്തിരി അവക്കോട അങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കണ്ടു കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ, അത്ര ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കാണാനേ. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തൊന്നും ഇങ്ങനെ കാണാനില്ല കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കാനം എന്ന് പറയുന്ന സ്ഥലത്തിലെ CSI ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയും മരത്തിൽ ഇതാ ഒത്തിരി അത്തിപ്പഴം ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കാണാം കേട്ടോ. പച്ച അത്തിപ്പഴമുണ്ട്, പഴുത്തതുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ അങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കാണാൻ. നിറയെ അത്തിപ്പഴമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വഴിയോരത്തിൽ നിർത്തി. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല അടിച്ചുപൊളിയല്ലേ. അപ്പം എങ്ങനെയുണ്ട്? പോവാം. ഇങ്ങനെ വഴിയോരത്ത് കണ്ട അത്തിപ്പഴവും അവക്കോടേയും വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ തിരിക്കുന്നു. പിന്നെ കാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച ചേട്ടൻ്റെ ആൻറ്റിയുടെ മോളാണ്. നമ്മൾ തങ്ങൾപ്പാറയിലൊക്കെ കാണാൻ പോയപ്പോഴേ ഓഫ് റോഡ് യാത്രയ്ക്കൊക്കെ കൂടെ ഉണ്ടായിരുന്നു. വീഡിയോസിലൊക്കെ കണ്ടായിരിക്കും കൂട്ടുകാർ. പിന്നെ ഞങ്ങൾ അവരെ വീട്ടിലാണ് കേട്ടോ നിന്നിരുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല, കാരണം അവരുടെ വീട്ടിന് കുറച്ച് മുകളിലോട്ട് കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കും. പിന്നെ ആ പോകുന്ന വഴിയോരത്ത് ഒത്തിരി പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാറിൻ്റെ അടുത്തുനിന്ന് സംസാരിച്ചില്ലേ ധന്യ എന്ന് പറയുന്ന ചേട്ടൻ്റെ ആൻറ്റിയുടെ മോൾ, അവളുടെ അനുജത്തിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2-3 റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. അത് രാത്രിയായി, അതുകൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടുക്കിയിലെ ഏത് ബന്ധുവിൻ്റെ വീട്ടിൽ പോയാലും നമുക്ക് നമ്മുടെ മുൻപിൽ ഓടി എത്തുന്നത് കട്ടൻ ചായയാണ് കേട്ടോ. ഏത് വീട്ടിൽ പോയാലും നമുക്ക് കട്ടൻ ചായ ഇല്ലാതെ വേറെ ഒരു പരിപാടിയില്ല ഗൈസ്. പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടെയാണ് കേട്ടോ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് ചായ കുടിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. ജസ്റ്റ് പോകുന്നതും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോസിൽ കാണും പോലെയല്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ എന്ന് നമ്മൾ എല്ലാ ബന്ധുക്കളെയും കാണുന്നില്ലല്ലോ. ഇത്തിരി ദൂരെയൊക്കെ ആകുമ്പോൾ ഇതേപോലെയൊക്കെ വർഷത്തിലൊരിക്കലെങ്കിലൊക്കെ കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. എന്താണ് നമ്മുടെ അടുത്തില്ലെങ്കിലും കുറച്ച് ദൂരെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് എല്ലാവരും കണ്ട് സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന ഈ റോഡെന്ന് പറയുന്നതേ കുറച്ച് ഡേഞ്ചർ റോഡാണ് കേട്ടോ, കാരണം റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണേ. മഴയൊക്കെ പെയ്ത് കുറച്ച് റോഡൊക്കെ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെയാണ് കേട്ടോ അങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നത്. കാരണം തൊട്ട് അടുത്തൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമല്ല, ഇങ്ങനെ നീരുറവ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അവിടെയൊക്കെ ഉള്ള റോഡുകളാണ് കേട്ടോ കുറച്ച് ഡേഞ്ചറൊക്കെ ആയിട്ട് കഴിയുന്നത്. അവിടെയൊക്കെ അതാ സൈഡിലൊക്കെ നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കെല്ലാവർക്കും കോഴിയുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം. വേറെ എവിടെയും കേൾക്കുന്നതല്ല, എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഒരു കോഴി. അത് ഞാൻ എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു അപ്പോൾ തന്നെ തുടങ്ങും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴായാലും പിന്നെ ഈ റോഡ് വഴിയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് നല്ല കിളികളുടെ സൗണ്ട്. അതൊരു പ്രത്യേക ഒരു ശബ്ദമാണ് കേട്ടോ. നമുക്ക് ആ കിളികളെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ
ഓരോ വീട്ടിലും ഇങ്ങനെ കാണുന്ന ചെടികളും പൂക്കളും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ നമ്മുടെ വീട്ടിലൊന്നും നട്ടാൽ പോലും ഇത്രയും വളരെയധികം ചെടികൾ വളരുകയില്ല, പൂക്കുകയില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മരത്തക്കാളി എന്ന് പറയും. ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ, പക്ഷേ പഴുത്ത് വരികയാണ്. ഇത് റെഡ് കളറാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിപ്പുണ്ട് ഇതിൽ. പിന്നെ വേറെ നീല പൂവൊക്കെ ഉണ്ട് ഇതിനകത്ത്, അടിപൊളിയൊക്കെ കാണാൻ. പിന്നെ ഗൈസ് ഇതോ മലമുകളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അങ്ങനെ വീണ്ടും ഒരു ബന്ധുക്കളെ കണ്ടു. സാഗരെ പുള്ളിയെ സംസാരിച്ചപ്പോൾ ഞാൻ പോസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതാ തൊട്ടടുത്ത് വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. സിജ വെള്ളം കാല് നനയ്ക്കുക. ഇപ്പത്തേ വണ്ടി വേപ്പാ അട്ട ഉണ്ട് അവിടെ. അതാ ഞാൻ അങ്ങോട്ട് അവരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് പട്ടിയുള്ളത് കാരണം പേടിച്ച് റിജ പമ്മി ഇപ്പൊ ഉണ്ട്. രമ്യ എന്നാ ഉണ്ട് വിശേഷം? സുഖാണല്ലോ. വന്നിട്ട് മൂന്നല്ല അറിഞ്ഞില്ലേ നിങ്ങള്? എവിടെ മറ്റേ പൂച്ചെടിയൊക്കെ കുറിച്ച് കളഞ്ഞായിരുന്നു നിങ്ങള്? അതെന്ത് പറ്റി? ഒടിഞ്ഞു വീണോ? അപ്പൊ നമ്മള് ഇറക്കുകയാണ്. ആ ഇല്ല അല്ലേ, നമ്മളിന്ന് നേരെ മോളിൽ പോയിട്ട് പോകും. അങ്ങനെ ഓക്കെ, ടൈം കളയണ്ട രമ്യ. അപ്പോൾ ബൈ ബൈ. യാത്ര കുറച്ചെങ്ങനെയാണ്? ഇല്ല ഇല്ല, പോയിട്ട് വരുത്താം. ശരിയാ, ചാടി കല്ലി ചാടി നടക്ക്. അങ്ങനെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. നീ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, കട്ടിയാം.